ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മെഗാസ്റ്റാറിന്റെ ആരാധകർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം പ്രത്യേകതയിലേക്കാ. കാരണം മമ്മൂക്ക വെള്ളിത്തെരയിൽ ആദ്യമായിട്ട് അവതരിച്ച ദിവസം അല്ലേ? ഓഗസ്റ്റ് 6. ശരിക്കും പറഞ്ഞാൽ ആ സിനിമയുടെ അനുഭവങ്ങൾ പാളിച്ച് ആദ്യമായിട്ട് അദ്ദേഹം മമ്മൂക്കനെ വെള്ളിത്തെരയിൽ ആദ്യമായി കണ്ട സിനിമ 1971 ഓഗസ്റ്റ് 6 സിനിമ റിലീസാണ്. നമ്മൾ ഇന്ന് ഈ സംസാരിക്കുന്ന രാംദാസ് തിയേറ്ററിലാണ് 54 വർഷങ്ങൾക്ക് മുന്നേ ആ സിനിമ റിലീസായത്. അതായത് മമ്മൂക്കയുടെ ആദ്യ പടം വെള്ളിത്തെരയിൽ ഇവിടെ കളിച്ചിട്ടുള്ളത് തൃശ്ശൂരാണ്, രാംദാസ് തിയേറ്ററിലാണ്. അതിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ തിയേറ്ററിന്റെ ഉദ്ഘാടനത്തിന് ഒരു ഹിന്ദി പടം വെച്ചിട്ട് ഉദ്ഘാടനം നടത്തിയത്. പക്ഷെ ആദ്യത്തെ മലയാള സിനിമ രാംദാസ് തിയേറ്ററിലെ അനുഭവങ്ങൾ പാലിച്ചാണ്. രാംദാസ് തിയേറ്ററിൽ ആദ്യമായിട്ട് കളിച്ചിട്ടുള്ള മലയാളം പടം മമ്മൂക്കയുടെ അനുഭവങ്ങൾ പാലിച്ചാണ്. രാംദാസ് തിയേറ്റർ അപ്പോൾ വലിയൊരു ഹിസ്റ്ററി അല്ലേ. പക്ഷെ ആ സിനിമയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ റിലീസിന് മുന്നേ തന്നെ സത്യമാഷ് മരിച്ചു. ആകെ 1 മിനിറ്റിന് താഴെയുള്ള ഒരു സീനിൽ 4 ഷോട്ടാണ് മമ്മൂക്ക വരുന്നത്. മമ്മൂക്ക ആ സിനിമ ചെയ്യുമ്പോൾ മമ്മൂക്കയുടെ പ്രായം 20 വയസ്സാണ്. 54 വർഷമായില്ല ഇന്നത്തേക്ക്. നമുക്ക് 20 വയസ്സിനോട് അടുക്കുന്ന പ്രായമാണ്. അതാണ് നമുക്ക് ആ സിനിമയിൽ അഭിനയിച്ചത്. 54 വർഷമായി ഇന്നത്തേക്ക് 54 വർഷം. അപ്പൊ ന്യൂഡൽഹി അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് ഫസ്റ്റ് പടം അനുഭവങ്ങൾ പഠിച്ച അത് കഴിഞ്ഞിട്ട് അതിന് 73 കാലചക്രം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ചെയ്തു. പിന്നീട് സജീവമാവുന്ന 80 തൊട്ടാണ്. 80 മുതൽ അതിന്റെ ഇടയിൽ ദേവലോകം എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. പക്ഷെ അത് ഷൂട്ടിംഗ് പൂർത്തിയാക്കാൻ പറ്റിയില്ല. പിന്നെ 80 തൊട്ടിട്ടാണ് നമുക്ക് ആക്റ്റീവ് ആവുന്നത്. അപ്പൊ ന്യൂഡൽഹി ഇറങ്ങിയുള്ളത് അത് 87 ന്യൂഡൽഹിയിലാണ് ആള്. അല്ല, ന്യൂഡൽഹിക്ക് മുന്നേ തന്നെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ട് വളരെയധികം ഹിറ്റ് കൊടുക്കുന്ന സമയമാണ്. പിന്നെ അതിലൊരു ചെറിയൊരു ചില സിനിമകൾക്കൊക്കെ ചെറിയ സംഭവിച്ചിട്ട് പിന്നെ നമ്മൾ വീണ്ടും പിന്നെ ഉയർത്തെഴുന്നേക്കണമെന്നാണ് ന്യൂഡൽഹിയിലെ. അതിന് മുന്നേ ഒരുപാട് ഹിറ്റുകളാണ്. തീർച്ചയായിട്ടും എത്രയോ ഹിറ്റ്. ആ രാത്രി തൊട്ടിട്ട് എന്താ പറയാ, നിറക്കൂട്ട്, യാത്ര തൊട്ട് എത്രയോ സിനിമകൾ 87 മുന്നേ നമ്മൾ എത്രയോ ഇത് 3 മാസങ്ങൾക്ക് മുന്നേ ഒരു നോക്ക് കാണാൻ ഒക്കെ അന്നത്തെ കാലത്ത് ഹിറ്റ് സിനിമകളാണ്. സന്ദർഭം, ചക്കരയുമ്മ, പിന്നെ ഈ ശബ്ദം, ഇന്നത്തെ ശബ്ദം, അതിരാത്രം, ഒരുപാട് സിനിമകൾ 87 മുന്നേ ചെയ്തിട്ടുണ്ട്. ഒരുപാട്. അടിയൊഴുക്കിൽ സംസ്ഥാന അവാർഡ്, അഹിംസ എന്നൊരു സിനിമയില് സഹനടന അവാർഡ്, ഒക്കെ അന്നത്തെ വാർത്ത, ഒരുപാട് ന്യൂഡൽഹി ഹിറ്റ് അടിച്ചു. ആള് സൂപ്പർ സ്റ്റാറായി. അല്ല, അതിന് മുന്നേ തന്നെ മെഗാസ്റ്റാർ 87 തോന്നുന്നു. മെഗാസ്റ്റാർ പട്ടം അന്ന് കണ്ടല്ലോ ഒരു പത്രത്തില്, ഗൾഫില് ന്യൂഡൽഹിക്ക് മുന്നെയാണ്. 87 ആ കാലഘട്ടം തോന്നുന്നു. 87 ന്യൂഡൽഹി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഹിറ്റ് അടിച്ചില്ല ഏതാ? പിന്നെ അവിടുന്ന് CBI അറിയിക്കുറിപ്പ് തൊട്ടിട്ട് അങ്ങനെ നായർ സാബ്, മൃഗയ്യ, വടക്കൻ വീരഗാഥ, കുട്ടികൾ ഒരുപാട് ഉണ്ടായിട്ട്. സിനിമകൾ കുറവുണ്ടായിരുന്നില്ല. ചില സിനിമകൾ പരാജയപ്പെട്ടെന്നുള്ളത്. അപ്പൊ 87 തന്നെ എൻ്റെ അറിവില് തനിയാവർത്തനം, ന്യൂഡൽഹി, മണികുത്തൂൽ, 1000 ശിവരാത്രികൾ, ഈ 3 സിനിമ ഹിറ്റല്ലേ? മെഗാ ഹിറ്റ്. 87 ന്യൂഡൽഹി 6 വർഷത്തിൽ ഈ 3 പടം ഹിറ്റല്ലേ? ആ വർഷം തന്നെ 3 ഹിറ്റ്. തനിയാവർത്തനായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പടല്ലേ ന്യൂഡൽഹിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? മണികുത്തൂൽ, 1000 ശിവരാത്രികൾ. ആ വർഷം തന്നെ വലിയൊരു നല്ലൊരു സിനിമ ചെയ്തു പത്മരാജന്റെ നൊമ്പരത്തി പൂ എന്ന് പറഞ്ഞ സിനിമ. സ്വപ്നയില് വന്ന സിനിമ. നമ്മൾ ആദ്യമായിട്ട് മമ്മൂക്കാനെ തിരശ്ശീലിൽ കണ്ടത് 54 വർഷം. അപ്പോൾ 20 വയസ്സിൽ അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിച്ചെങ്കിൽ നമുക്ക് ഒരു 15 വയസ്സ് തൊട്ടേ സിനിമയുടെ ഒരു ആഗ്രഹം, നടനാവുന്നൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അഭിനയിക്കണമെങ്കിൽ നമുക്കൊരു 15-14 വയസ്സ് തൊട്ട് നമുക്ക് നടനാവണം, അല്ലെങ്കിൽ അഭിനയിക്കുന്ന വലിയൊരു ആഗ്രഹം ഉണ്ടാവും. ഈ അനുഭവങ്ങൾ സംവിധാനം ചെയ്തില്ല KS സേതുമാധവൻ, ഫേമസ് ഡയറക്ടറാണ്. മഞ്ഞിലാസിന്റെ ബാനറിലാണ് ചെയ്തത്. അതില് സത്യമാഷിന്റെ ഒരു ഗംഭീര ക്യാരക്ടർ, ചെല്ലപ്പൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഹിറ്റായിരുന്നു. അത് തകഴിയുടെ കഥനെ ബേസ് ചെയ്തിട്ട് തോപ്പിൽ ഭാഷനെ തിരക്കുന്ന സംഭാഷണം രചിച്ച് 4 പാട്ടുകൾ ഗംഭീര പാട്ടുകളാണ്. മമ്മൂക്കയുടെ ആദ്യ പടം തന്നെ വലിയ ഹിറ്റിലാണ് ആള് മലയാളത്തിൽ ലാൻഡ് ചെയ്തത്. മമ്മൂക്കാനെ അധികം പേര് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. മമ്മൂക്കാനെ അറിയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ മമ്മൂക്കയുടെ സുഹൃത്തുക്കൾ, കൂടെ പഠിച്ചൊരു വീട്ടുകാർ, അല്ലെങ്കിൽ റിലേറ്റീവ്സ് മാത്രം മമ്മൂക്കാനെ അന്ന് മനസ്സിലാക്കിയത്. അദ്ദേഹം തന്നെ ഒരു പക്ഷേ അന്നത്തെ കാലത്ത് അറിയില്ലല്ലോ, തിയേറ്ററിൽ റിലീസിന്റെ അന്നാ ഞാൻ ഉണ്ടാവും, എന്റെ സീൻ ഉണ്ടാവും എന്നൊക്കെ അദ്ദേഹത്തിന്. അതില് എന്താ പറഞ്ഞില്ലേ, ആ ഒറ്റ സീക്വൻസ് പോലും അദ്ദേഹം ഒരുപാട് ഇതിന്റെ പിന്നിൽ നടന്നിട്ട് ആ അനുഭവത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്. ഒരുപാട് സിനിമയോടുള്ള ആഗ്രഹം കൊണ്ട് നടന്ന് അങ്ങനെ സേതുമാധവൻ സാറിനെ പോയി കണ്ട് ചോദിച്ച് അവസരം വാങ്ങിയതാണ്. പക്ഷെ ആ സിനിമ ഭയങ്കര ചർച്ചയായിരുന്നു. മലയാള സിനിമയിലെ നല്ലൊരു സിനിമകളിലൊരു സിനിമയായിരുന്നു. നസീറിനും ഗോപാലൻ എന്നൊരു ക്യാരക്ടർ, അതുപോലെ തന്നെ ഷീല ഭവാനി എന്നൊരു ക്യാരക്ടറൊക്കെ ചെയ്തു. ആ സിനിമ വീണ്ടും റീമേക്ക് ചെയ്യണം എന്ന് വലിയൊരു ആഗ്രഹം ഉള്ളിലെന്ന് വെച്ചാൽ ഒരു ഗസ്റ്റ് റോളിൽ വളരെ ചെറിയ റോളിൽ അഭിനയിച്ച നടൻ പിന്നീട് അതിൽ നായകൻ സത്യൻ മാഷിനെ വേഷം ചെയ്യാനുള്ള ആഗ്രഹം ഇരിക്കുന്നത്. ഞാനത് മമ്മൂക്കാട് നേരിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. മമ്മൂക്കാർക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. ആ പിന്നെ എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് വ്യക്തമായതാണ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ പിന്നീട് അതിൽ നായകനായി വരാം വലിയൊരു സംഭവമാണ്. പിന്നെ സാധാരണ നമ്മുടെ വർഷത്തില് ഞങ്ങൾക്കൊരു ആഘോഷം ഉള്ളത് മമ്മൂക്കയുടെ ജന്മദിനം, ഫാൻസ് ആഘോഷം, പിന്നെ സിനിമകളുടെ വിജയങ്ങളാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോ 2 ആഘോഷ വർഷത്തിൽ നടൻ പറഞ്ഞിട്ടുള്ള ദിവസം അതൊരു നടന ദിനമായിട്ട് നമ്മള് അങ്ങനെ ഒരു അതിപ്പോ എനിക്ക് തോന്നിയ ഒരു ആശയം അതിപ്പോ സംസ്ഥാന കമ്മിറ്റിയായിട്ട് പങ്കുവെച്ചു, എല്ലാവരോടും പറഞ്ഞു, അവര് ഒക്കെ പറഞ്ഞു. അതിപ്പോ തുടർച്ചയായിട്ട് ഒരു 3-4 വർഷമായിട്ട് സജീവമായിട്ട് നിങ്ങളെ ആഘോഷം. ഫാൻസ് അങ്ങനെ തുടങ്ങിയിട്ടില്ല ഏത് വർഷം? ഫാൻസ് ഔദ്യോഗികമല്ലാണ്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അത് ഞാനിവിടെ തിയേറ്ററിൽ ബാനർ കെട്ടി തുടങ്ങിയത് പടം 1990 സിനിമ. അത് പരമ്പര മമ്മൂക്ക ഡബിൾ റോളിൽ അഭിനയിച്ച സിനിമയാണ്. സ്വപ്ന തിയേറ്ററിൽ വന്ന സിനിമയില് ആദ്യമായിട്ട് മമ്മൂക്ക ഫാൻസിന്റെ ഫ്ലക്സ് വരുന്നത് അല്ല ബാനർ വരുന്നത് നമ്മുടെ സ്വപ്ന തിയേറ്ററിൽ ആദ്യമായിട്ട് 90 മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ ബോർഡ്. അപ്പൊ തിരുവനന്തപുരത്ത് അതിനായിട്ട് മുന്നേ ബാനർ കെട്ടിയിട്ടുണ്ട്, വടക്കൻ വീരഗാഥ എന്ന സിനിമയ്ക്ക് അവര് അവിടെ കെട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് അന്ന് ഞങ്ങൾ സംഘടിതൊന്നല്ല, ഓരോ ദേശത്തുള്ള ആൾക്കാർ അതിന്റെ അനുസരിച്ച് അവിടെ പ്രവർത്തനം പരിപാടിയായിരുന്നു. പിന്നീടൊക്കെ ഞങ്ങൾ 97 രജിസ്ട്രേഷൻ മറ്റു പരിപാടി ഒഫീഷ്യലായിട്ട് 97 ലാൻഡ് ചെയ്യുന്നത്. അതിന് മുന്നേ ഞങ്ങൾ പറഞ്ഞില്ല വടകര ഓഫീസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പിന്നെ ഞാൻ ഇന്റർവ്യൂല് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് സംഘടന. പിന്നീട് ശക്തമായി എല്ലാവരും എല്ലാ ജില്ലകളിലും ആയി, ഇപ്പൊ പല രാജ്യങ്ങളിലും ആയി സംഘടന, ഇന്റർനാഷണൽ ആയി. വലിയൊരു ദിവസമാണെന്നല്ലേ? ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു ദിവസമാണ്. പക്ഷെ അതാ അന്നത്തെ ദിവസം അല്ലെ, അന്ന് ആ പടം കാണാനുള്ള ഭാഗ്യം ചെയ്ത ആൾക്കാർക്ക് ഒരു പക്ഷെ അവരിപ്പോ ഓർക്കുന്നുണ്ട്. കുറെ കാലം 80 കഴിഞ്ഞപ്പോ ഓർക്കാം അദ്ദേഹമായിരുന്നല്ലോ ആ പടത്തിൽ അഭിനയിച്ചിരുന്നത്. അത് ബഹദൂർക്കാട് കൂടെ ഓടി വരുന്നൊരു സീന് അന്നാരും വിചാരിച്ചിട്ടുണ്ടല്ലോ മലയാള സിനിമ ഭരിക്കാൻ പോണ രാജാവിന്റെ എൻട്രി എന്നുള്ളത്. അതൊരു പക്ഷെ മമ്മൂക്കാക്ക് പോലും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവില്ല അഭിനയിക്കുമ്പോ. എന്ന് വെച്ചാൽ തുടർന്ന് സിനിമ കിട്ടും എന്നൊക്കെ ഉണ്ടാവില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്ക് അദ്ദേഹത്തിന് സത്യം പറയല്ലോ, എൻ്റെ ഒക്കെ എനിക്കൊക്കെ തോന്നുന്നു ഒരു 14-15 വയസ്സിൽ സിനിമ ചെയ്യണമെന്നില്ല, അടുത്ത ആഗ്രഹത്തിന് പിന്നെ സഞ്ചരിച്ചുകൊണ്ടാണ് ഇപ്പോഴും ഈ വയസ്സിൽ നിൽക്കണം. ഹാർഡ് വർക്കിനാണ് നമുക്ക് തന്നെ നിലനിർത്തുന്നത്. അത് ഉള്ളിൽ തീർച്ചയായിട്ടും. ഇപ്പോ പോലും നമ്മൾ സംസ്ഥാന അവാർഡിനും നാഷണൽ അവാർഡിനും മത്സരിക്കുമ്പോൾ അദ്ദേഹം ഉണ്ടല്ലോ എല്ലാ വർഷവും. അല്ല ഈ ഏജിലും തുടർന്നുള്ള വർഷങ്ങളൊക്കെ നമ്മൾ കാണുന്നതല്ലേ. ശരിയാണ്. 20-ാമത്തെ വയസ്സിൽ തുടങ്ങിയ പ്രയാണം. അത് തുടങ്ങണമെങ്കിൽ ഒരു 14-15 വയസ്സിലേക്ക് മോഹം ഉള്ളി കൂടിയിട്ടുണ്ടാവും. അന്നത്തെ ഇന്നത്തെ മാതിരി ഓഡീഷൻ പരിപാടി ഒന്നുമല്ല. അന്ന് സെറ്റുകളിലേക്ക് അന്നത്തെ സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കും. അല്ലാണ്ട് കാറോ 2 വീലറോ ഒന്നും ഇല്ലല്ലോ, ബസ് യാത്ര നടന്നു പോകണല്ലോ. എല്ലാ സാമ്പത്തികം എല്ലാം വന്ന് പേര് എന്നിട്ടും അഭിനയത്തോടെ ഈ ഏജിൽ നിൽക്കണമെങ്കിൽ ഇപ്പോഴത്തെ തലമുറയ്ക്കൊക്കെ വളരെ ഈസി ആയിട്ട് കുറെ സംവിധാനങ്ങളുണ്ട് സിനിമയിൽ അഭിനയിക്കാൻ. അന്ന് അതല്ലല്ലോ, വളരെ കഷ്ടപ്പെട്ടണ്ടേ. പിന്നെ ഇത്രയും വലിയ സ്റ്റാറുകളുടെ സിനിമ അതിലൊരു ചെറിയ വേഷം ചെയ്യാന്ന് വെച്ചാൽ അത് ഭാഗ്യം തന്നെ ആയിട്ടാ കാണുന്നത്. ഉള്ളിൽ അത്രത്തോളം അഭിനിവേശമുള്ള ഒരാൾക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. ജീവിതം സിനിമ അദ്ദേഹം പറഞ്ഞില്ലേ, എന്റെ ജീവിതം തന്നെ സിനിമ എന്നുള്ള രീതിയിലല്ലേ പറഞ്ഞു. സിനിമ ഇല്ലാണ്ട് എനിക്ക് വേറെ വിശ്വാസം പോലും ഇല്ല എന്നൊക്കെ അല്ലേ അദ്ദേഹം പറഞ്ഞത്. സത്യമാണ്. നമുക്കതിനെ സംബന്ധിച്ച് നമുക്കറിയാം, അതൊരു നടനാവാൻ വേണ്ടി പിറന്ന ഒരാളാണ്, അതിലൊരു മാറ്റമില്ല. മമ്മൂക്ക നടനാവാൻ പിറന്ന വ്യക്തിയാണല്ലേ. അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ബ്ലഡിൽ സിനിമ. പിന്നെ മലയാള സിനിമയുടെ പോകുമ്പോൾ ഒരു കസേര വലിച്ചിട്ട് നമുക്ക് ഇരിക്കണമെങ്കിൽ സ്വന്തം കഴിവുകൊണ്ടല്ലേ, വേറെ ആരും ഗോഡ് ഫാദേഴ്സ് അല്ല ആരുണ്ടായിട്ടുള്ളത്. ഒരു കാലത്ത് ഡബിങ് പോരാ, പേര് പോരാ, അഭിനയം പോരാ എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട ആളല്ലേ. പിന്നെ അവരെ കൊണ്ട് തന്നെ കൈയടിപ്പിച്ചില്ലേ, അവരെന്നെ തിരിച്ച് ഡയറക്ട് ഈ പരിപാടിക്കൊക്കെ വിളിക്കുന്ന കാലം ഉണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്കാണ്. ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കി. അപ്പൊ ഇനിയും ഒരുപാട് 1000 ഒക്കെ സൗകര്യങ്ങളോടെ ഇനിയും മലയാള സിനിമയിൽ പാട്ടല്ലേ. അതന്നെ നമ്മുടെ ആഗ്രഹം അല്ലേ.